തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ അച്ഛൻ റഹീം മെഡിക്കൽ കോളേജിലെത്തി ഭാര്യ ഷമീനയെ കണ്ടു. ദമാമിൽ നിന്ന് 7:45ഓടെയാണ് റഹീം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. ഇഖാമ കാലാവധി കഴിഞ്ഞതോടെ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതിരുന്ന റഹീമിന് സാമൂഹിക പ്രവർത്തകരുടെ അടക്കം ഇടപെടലിലാണ് യാത്ര സാധ്യമായത്. ഇഖാമ കാലാവധി കഴിഞ്ഞിരുന്നതിനാൽ റഹീമിന് 7 വർഷമായി നാട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. കേസിൽ ഇന്ന് അന്വേഷണ സംഘം ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ ഉമ്മ ഷമീനയുടെ മൊഴിയെടുക്കുമെന്നുള്ള വിവരങ്ങൾ വിനോദ് ചേരുന്നു. വിനോദ്, ഒരുപാട് കാര്യങ്ങൾ ഈ കൊലപാതകത്തിന്റെ കാരണവുമായി ബന്ധപ്പെട്ട അഫാൻ പറഞ്ഞ സാമ്പത്തിക ബാധ്യത അടക്കമുള്ള വിഷയങ്ങൾ, പോലീസ് ഇപ്പോഴും മുഖവിലക്കേൽക്കാത്ത കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരുമോ? എന്തിനായിരുന്നു ഇത്രയും നിഷ്ഠൂരമായിട്ടുള്ള ഒരു കൊല പരമ്പര നടന്നത് എന്നതൊക്കെ ഉള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം റഹീം വരുമ്പോൾ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞത്. എപ്പോഴാണ് റഹീം എത്തിയിരിക്കുന്നത്? അദ്ദേഹം ഭാര്യയെ കണ്ടോ? എന്താണ് വിവരങ്ങൾ? അദ്ദേഹം വെഞ്ഞാറമൂട് ആശുപത്രിയിൽ നേരത്തെ തന്നെ എത്തിയിരുന്നു. വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് എത്തിയത്. അവിടെ ഭാര്യ ഷമീനെ കാണുകയും ചെയ്തു. രണ്ടുപേരും വിനോദ് ചേരുന്നു. അല്പം മുൻപുള്ള ചില പ്രതികരണങ്ങളൊക്കെ ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത, ഈ 65 ലക്ഷത്തോളം സാമ്പത്തിക ബാധ്യതയും ഉണ്ടായിരുന്നില്ല എന്ന് റഹീം പറഞ്ഞതായിട്ടുള്ള ചില പ്രതികരണങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിന്റെ വിശദാംശങ്ങൾക്ക് കൂടിയായിരിക്കും വിനോദ് നൽകുക. ഏതായാലും നിർണായകമായിട്ടുള്ള മൊഴി ഷമീനയുടേതാണ്. അത് ഇന്ന് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. വിനോദ്, തുടരാം. ഇതിൽ ഇപ്പോൾ അദ്ദേഹം താഴെപ്പാങ്ങോട് മുസ്ലിം ജമാ മസ്ജിദ് അവിടേക്ക് അദ്ദേഹം എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇവിടെയാണ് ഇവരുടെ ഖബറടക്കങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത്. കൊല്ലപ്പെട്ട 5 പേരിൽ 4 പേരുടെയും ഖബറടക്കം നടത്തിയത് ഇവിടെയാണ്. ഈ പള്ളിയിലാണ് ഈ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രം, വിശ്വാസ കേന്ദ്രം. ഇവിടെയാണ് ഇവർ സ്ഥിരമായി എത്തിയിരുന്നത്. അങ്ങനെ ഈ കുടുംബവുമായി ആദ്യം തന്നെ ഇവരുടെ കുടുംബം ഉണ്ടായിരുന്നത് പാങ്ങോടാണ്. ഈ പാങ്ങോടുള്ള പള്ളിയിൽ ഖബറടക്കുകയായിരുന്നു. അവിടെ എത്തി അദ്ദേഹത്തിന് ഏറ്റവും ഒടുവിൽ തന്റെ പ്രിയപ്പെട്ടവർ ഏറ്റവും അവരുടെ അന്ത്യോപചാര ചടങ്ങുകൾ അല്ലെങ്കിൽ അവരുടെ ഒരു അവസാന യാത്ര നടന്ന കേന്ദ്രത്തിലേക്ക് അദ്ദേഹം എത്തുന്ന ഒരു നിമിഷമാണ്. ഏറ്റവും വൈകാരികമായ ഒരു സാഹചര്യം തന്നെയാണ്. 8 വർഷമായി അദ്ദേഹത്തിന്റെ നാട്ടിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. സാമ്പത്തികമായ ചില ബാധ്യതകൾ ഉണ്ടായിരുന്നു. 65 ലക്ഷം രൂപ നാട്ടിൽ കുടുംബത്തിനുണ്ടായത് തന്നെ ഇദ്ദേഹത്തിന്റെ അവിടുത്തെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങൾ എന്ന ഒരു വിശദീകരണമാണ് നേരത്തെ വന്നത്. ഈ സാമ്പത്തിക വസ്തുത അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. അഫാന്റെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നൽകിയ മൊഴി അനുസരിച്ചാണെങ്കിൽ ഈ സാമ്പത്തിക പ്രയാസവും 3 പേരുടെ കൊലപാതകത്തിൽ കാര്യങ്ങൾ എത്തിയത് വൈരാഗ്യത്തെ തുടർന്നുമാണ്. അതായത് ഈ അമ്മൂമ്മയെയും പിതാവിന്റെ ജ്യേഷ്ഠനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെയും കൊലപ്പെടുത്തിയത് ഒരു വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. കുടുംബത്തെ സഹായിച്ചില്ല എന്ന കാര്യം, മറ്റുള്ളവർ തനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ തന്റെ മരണം സംഭവിച്ചാൽ അല്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്താൽ മറ്റുള്ളവർ അത് താങ്ങില്ല എന്ന ഒരു ചിന്തയിൽ അവരെ കൊലപ്പെടുത്തിയെന്നാണ്. പക്ഷെ അവിടെയും ഈ പ്രതി ആത്മഹത്യ ചെയ്തില്ല, പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വസ്തുത കൂടുതൽ മനസ്സിലാകണമെങ്കിൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ആരോഗ്യനില തൃപ്തികരമല്ലാത്തതിന് അദ്ദേഹം എത്തുന്നത് അതൊരു ഏറ്റവും വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഈ നാട്ടിൽ വരുമ്പോൾ ഈ നാട്ടുകാർ ഇപ്പോഴും വളരെ വേദനയിലാണ്. അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഒരു വീടിനുള്ളിൽ ആളുകളെ തല്ലി ചതച്ച് കൊല്ലുക എന്ന ഒരു സാഹചര്യം, അതൊന്നും തന്നെ ഈ നാട്ടിൻപുറത്തുകാരായ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യം. ദിവസങ്ങൾ കഴിയുമ്പോഴും ഇവരെല്ലാം തന്നെ ഒരു സ്തബ്ധരായി നിൽക്കുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഈ നാടുള്ളത്. അപർണ, ഇവരുടെ ആരോഗ്യനില, ഷമീനയുടെ ആരോഗ്യ നില ഏത് തരത്തിലാണ്? ഈ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളത് ഈ ആരോഗ്യനില തൃപ്തികരമല്ല എന്നൊരു വിവരം കൊണ്ട് വരുമ്പോൾ അതൊക്കെ എങ്ങനെ ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നു അന്വേഷണ സംഘത്തിന് മുന്നിൽ? ഇപ്പോഴും ആരോഗ്യനില അപകടനില തരണം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആശുപത്രി വിടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക്, അങ്ങനെ ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ ഇന്നത്തെയും ഒരു കാര്യം ഈ ബന്ധുക്കൾ കയറി കാണുമ്പോൾ കഴിഞ്ഞ ദിവസം എന്താണോ പറഞ്ഞത് അതേ കാര്യം തന്നെയാണ്. അതായത്
കട്ടിലിൽ നിന്ന് വീണു എന്ന കാര്യം ഇതുവരെ മറ്റുള്ളവർ കൊല്ലപ്പെട്ട വിവരം ഷമീന അറിഞ്ഞിട്ടില്ല എന്നതാണ്. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യവും. മകനെ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്നതിൽ ഇപ്പോഴും ആ ഉമ്മയ്ക്ക് കാര്യങ്ങൾ വ്യക്തതയില്ല. ഇളയ മകനെ അന്വേഷിക്കുന്നുണ്ട്, എവിടെയാണ് അവസാനം എന്ന കാര്യം ചോദിക്കുന്നുണ്ട്. പക്ഷേ ആരും തന്നെ ഇതുവരെ ഈ കൊലപാതകത്തിന്റെ വിവരങ്ങൾ, ഈ കൂട്ടക്കൊലയുടെ വിവരങ്ങൾ ഇതുവരെ ഷമീനയെ അറിയിച്ചിട്ടില്ല. അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി എങ്ങനെയാകും അവർ ഇത് ഉൾക്കൊള്ളുക? ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് നിൽക്കുന്ന ഒരാൾ ഈ വിവരം അറിയുമ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ പ്രതികരണം? ഇതെല്ലാം തന്നെ ഈ വീട്ടുകാരെ വല്ലാതെ അലട്ടുന്നുണ്ട്, ബന്ധുക്കളെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഇങ്ങനെ ഒരു കൊടും ക്രൂര കൃത്യം ഒരുപക്ഷെ അവർ മനസ്സിൽ പോലും ഇപ്പോൾ പോലും ചിന്തിക്കുന്നുണ്ടാകില്ല ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടാകുമെന്നത്. അത് തിരിച്ചറിയുന്ന ഒരു നിമിഷം അത് തന്നെയാണ് ഒരു വലിയ സങ്കീർണമായ ഒരു സാഹചര്യമായി കുടുംബത്തെ സംബന്ധിച്ച് ഒരു വൈകാരിക വിഷയമായി മാറുന്നത്. ഒരു ക്രൈം നമ്മൾ പറയുമ്പോൾ അതിന്റെ ഒരു വൈകാരിക ഘട്ടം കൂടിയുണ്ട്. ആ ഒരു വൈകാരിക ഘട്ടത്തിലൂടെയാണ് ഈ കുടുംബാംഗങ്ങൾ കടന്നു പോകുന്നത്. എങ്ങനെ ആ ഉമ്മയെ ഈ വിവരങ്ങൾ അറിയിക്കും? ഇളയ മകൻ ജീവനോടെ ഇല്ല, മകന്റെ കാമുകിയില്ല, ഭർത്താവിന്റെ ഉമ്മയില്ല, ഭർത്താവിന്റെ ജ്യേഷ്ഠനില്ല, അദ്ദേഹത്തിന്റെ ഭാര്യയില്ല. ഇവരെല്ലാം തന്റെ മൂത്ത മകൻ കൊന്നുകളഞ്ഞു എന്ന വിവരം ആ ഉമ്മ അറിയുമ്പോഴുള്ള ഒരു സാഹചര്യം അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. 8 വർഷമായി പിതാവിന് ഇവിടെ എത്താൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം വിദേശത്തായിരുന്നു, സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഇന്ന് നാട്ടിലെത്തി. നമ്മൾ മാധ്യമങ്ങളും അദ്ദേഹത്തിന്റെ പ്രതികരണം തേടുന്നതിൽ നിന്നും മാറി നിൽക്കുകയാണ് ചെയ്തത്. കാരണം ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരാളുടെ മനോനില, മാനസികമായ ഉള്ള അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നൊക്കെ വിദേശത്ത് നിന്ന് അദ്ദേഹത്തിന്റെ റഹീമിന്റെ പ്രതികരണം ഉണ്ടായപ്പോൾ നമ്മളത് കണ്ടതാണ്. അതിൽ അദ്ദേഹം വളരെ വൈകാരികമായി നാട്ടിലെത്താൻ കഴിയാത്തതിന്റെ വേദന ഇതെല്ലാം തന്നെ പറഞ്ഞിരുന്നു. സന്നദ്ധ പ്രവർത്തകരുടെയും അതോടൊപ്പം തന്നെ ചില മനുഷ്യസ്നേഹികളുടെയും ഒക്കെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹത്തിന് നാട്ടിലെത്താൻ കഴിഞ്ഞത്. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം ഈ താഴെപ്പാങ്ങോട് ജുമാ മസ്ജിദിലേക്ക് എത്തുമെന്ന് കരുതുന്നു. അപർണ, ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള വ്യക്തത, അതായത് പോലീസ് ആദ്യം എത്തിയ ഒരു നിഗമനമുണ്ട് ഈ തരത്തിലുള്ള, പക്ഷെ അപ്പോഴും ഈ അമ്മയ്ക്ക് ഇങ്ങനെ വലിയൊരു കടബാധ്യതയുണ്ട് എന്ന ഒരു സ്ഥിരീകരണത്തിലേക്കൊക്കെ പോയിരുന്നു. ഈ പരസ്പരം 3 മൊഴികളും അല്ലെങ്കിൽ 3 അഭിപ്രായങ്ങളും 3 തരത്തിലാണോ വന്നിരിക്കുന്നത്? അതിലൊരു അവ്യക്തത കൃത്യമായി തുടരുകയാണോ വിനോദ്? അപർണ, 65 ലക്ഷം രൂപയുടെ കടബാധ്യതയെ കുറിച്ചാണ് പറയുന്നത്. ഇത് മൊഴിയായി നൽകിയിട്ടുണ്ട്. ഈ 65 ലക്ഷം രൂപയുടെ ബാധ്യത, അതിൽ തന്നെ ഇവർ പറയുന്നത് പലപ്പോഴായി പണം വിദേശത്തേക്ക് അയച്ചു കൊടുത്തു എന്നതാണ്. ഈ കുടുംബം വാങ്ങിയ പണം ഗൃഹനാഥന് വേണ്ടി അയച്ചു കൊടുത്തു എന്നൊരു കാര്യമാണ് പറയുന്നത്. അതിന്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിൽ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ വലിയ തോതിൽ ഇവിടെ നിന്ന് പണം അയച്ചു കൊടുത്തു എന്നത് ഒരു വസ്തുതയായി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം വിദേശത്ത് അഫ്സാന്റെ പിതാവിന് വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെ അത് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഈ കുടുംബം വിദേശത്തേക്ക് പോവുകയും അദ്ദേഹത്തോടൊപ്പം ഏതാണ്ട് 3 മാസത്തോളം താമസിക്കുകയും ചെയ്തിരുന്ന സാഹചര്യമുണ്ട്. അതിനുശേഷമാണ് തിരികെ വരുന്നത്. പക്ഷേ അഫ്സാന് പിന്നീട് തൊഴിലൊന്നും ഉണ്ടായിരുന്നില്ല. നാട്ടിലെത്തിയ ശേഷവും മറ്റെന്തെങ്കിലും കാര്യമായ തൊഴിൽ ചെയ്യാൻ പോയിരുന്നില്ല. ഈ പഠനം ഇടയ്ക്ക് നിർത്തുകയും ചെയ്തു. ബികോം പഠിക്കുകയായിരുന്നു, അത് ഇടയ്ക്ക് വെച്ച് നിർത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ പെൺകുട്ടിയുമായി അടുപ്പത്തിലാകുന്നത്. ഈ കൊലപാതകം നടക്കുന്ന ദിവസം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ കാണുന്നത് പോലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ചില കാര്യങ്ങൾ പറയുന്നത് ഈ കൊലപാതകം നടത്തിയ വിവരം പിന്നീട് വീട്ടിലെത്തി പെൺകുട്ടിയോട് പറഞ്ഞു. ഇത് കേട്ടിരിക്കുമ്പോഴാണ് പെൺകുട്ടിയെയും തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. അങ്ങനെ ഒരു മൊഴി കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി പോലീസിന് നൽകിയെന്ന വിവരം കൂടി പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഈ നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ, അതിൽ 3 കൊലപാതകങ്ങൾ വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത്. അതിൽ അച്ഛന്റെ അമ്മ, അവർ പണം നൽകിയിരുന്നില്ല. പലപ്പോഴും സാമ്പത്തികമായി അവരോട് സഹായം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നൽകിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ സ്വർണ്ണമടക്കം നൽകിയിരുന്നു. മോതിരം ഉൾപ്പെടെ നേരത്തെ തന്നെ അച്ഛൻ്റെ അമ്മ ഊരി നൽകിയിരുന്നു. പലപ്പോഴായി പണം നൽകി സഹായിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ 2 മാലകൾ ഉണ്ടായിരുന്നതിൽ ആ മാലകൾ ആവശ്യപ്പെട്ടതോടുകൂടിയാണ് ഒരു മാല ഊരി മറ്റൊരു മകളെ ഏൽപ്പിക്കുന്നത്. അതിലൊക്കെ തന്നെ അഫാന് വൈരാഗ്യമുണ്ടായിരുന്നു. ആ വൈരാഗ്യം കൊലയിൽ കലാശിച്ചു. പിതാവിൻ്റെ ജ്യേഷ്ഠൻ അദ്ദേഹം ഈ ഉപദേശിക്കുകയും ഈ നേർവഴിക്ക് നടത്താൻ ശ്രമിക്കുകയും ചെയ്തു.
ആ ഒരു കാര്യം, അതിനപ്പുറത്തേക്ക് ഈ പണം നൽകിയില്ല, സാമ്പത്തികമായ സഹായം ആ കുടുംബവും നൽകിയില്ല എന്ന വൈരാഗ്യം, അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നു. അത് കണ്ടുനിന്ന അദ്ദേഹത്തിന്റെ ഭാര്യയും കൊലപ്പെടുത്തിയെന്ന ഒരു മൊഴി നൽകിയെന്ന വിവരമാണ് പുറത്തു വരുന്നത്. അത് അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊലപ്പെടുത്തുന്നത് ഒരുപക്ഷെ അവർ ഈ വിവരം പുറത്തു പറഞ്ഞാലോ എന്ന ഭയം കൊണ്ടാണ്, ആ തരത്തിലാണ് മൊഴി എന്ന വിവരമാണ് വരുന്നത്. പക്ഷേ അവിടെയും ചില വൈരുദ്ധ്യമുണ്ട്. കാരണം ഈ കൊലപാതകം നടത്തിയ ശേഷം പോലീസ് സ്റ്റേഷനിലേക്കാണ് പ്രതി പോകുന്നത്. അങ്ങനെ നേരിട്ട് തന്നെ ഹാജരാകുന്ന ഒരു പ്രതി എന്തിനാണ് മറ്റൊരാൾ ഇത് കണ്ടതിന്റെ പേരിൽ ആ സ്ത്രീയെ കൊല്ലുന്നത് എന്നത് ഒരുപക്ഷെ അത്തരം മൊഴികളിലൊക്കെ തന്നെ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ഇനിയുള്ള അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതാണ്. ഏതായിരുന്നാലും ഈ 5 പേരുടെ കൊലപാതകം അത് സംബന്ധിച്ച് വലിയ ഞെട്ടലുണ്ടായിരിക്കുന്നു. ഏതായിരുന്നാലും വലിയ പ്രതിസന്ധിക്ക് ശേഷം ഇപ്പോൾ പിതാവിന് നാട്ടിലെത്താൻ കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം ഈ പള്ളിയിലേക്ക് എത്തുമെന്ന് കരുതുകയും ചെയ്യുന്നു. അപർണ. വി വിനോദ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്കും മൊഴികളെടുക്കലിലേക്കും പോലീസ് കടക്കുന്നു എന്നുള്ള വിവരം.